രമേശ് ചെന്നിത്തല കൂടി നമുക്കിപ്പം ചേരുന്നുണ്ട്. ശ്രീ രമേശ് ചെന്നിത്തല, നമസ്കാരം. ഇന്നിപ്പോൾ വി എസ് സുനിൽകുമാറും പി വി അൻവറിൻ്റെ ആരോപണത്തെ തുടർന്ന് തൃശ്ശൂർ പൂരത്തിൽ എന്ത് സംഭവിച്ചു എന്നത് അറിയാൻ വേണ്ടി നിയോഗിച്ച കമ്മിറ്റിയുടെ റിപ്പോർട്ട് പുറത്തു വരണമെന്ന് ആവശ്യപ്പെട്ടിരിക്കുന്നു. ആ റിപ്പോർട്ട് പോലീസിനൊരു ആഭ്യന്തര അന്വേഷണമാണ്. 1 മാസത്തിനുള്ളിൽ പുറത്തു വരുമെന്ന് പറഞ്ഞു. 4 മാസമായിട്ടും അത് പുറത്ത് ലോകത്തെത്തിയിട്ടില്ല. സുനിൽകുമാർ പറയുന്നത് അത് ആവശ്യപ്പെട്ടിരുന്ന ഹൈന്ദവ സംഘടനകൾക്കോ BJPക്കോ അതിപ്പോൾ ആവശ്യവുമില്ലാതെ വന്നിരിക്കുന്നു. താങ്കളുടെ ഒരു നിഗമനം എന്താണ് ശ്രീ രമേശ് ചെന്നിത്തല? തൃശ്ശൂർ പൂരം കലക്കാൻ ഒരു വലിയ ഗൂഢാലോചന നടന്നുവെന്നും പോലീസിലെ ഒരു വിഭാഗം അതിന് കൂട്ടുനിന്നുവെന്നുമുള്ള ആരോപണത്തിൽ താങ്കൾ വിശ്വസിക്കുന്നുണ്ടോ? അതിൽ MR അജിത് കുമാർ അടക്കമുണ്ടെന്നാണ് PV അൻവറിന്റെ വാദം. സുനിൽകുമാർ അത് തള്ളുന്നില്ല പൂർണ്ണമായും. ഇത് തൃശ്ശൂർ പൂരം കലക്കാൻ ആസൂത്രിതമായ ഒരു നടപടി ഉണ്ടായി എന്നുള്ളത് സത്യമാണ്. അതിനകത്ത് പോലീസിന്റെ ഭാഗത്ത് വളരെ ഗുരുതരമായ വീഴ്ച ഉണ്ടായിട്ടുണ്ട്. അത് അന്വേഷിച്ച് കണ്ടെത്താൻ വേണ്ടിയാണ് ഗവൺമെന്റ് പോലീസിനെ തന്നെ ഒരു ടീമിനെ ചുമതലപ്പെടുത്തിയത്. ആ റിപ്പോർട്ട് പുറത്തു വരട്ടെ, എത്രയും പെട്ടെന്ന് ആ റിപ്പോർട്ട് പുറത്തു വരണം. 1 മാസമായി ഇതുവരെ എന്തുകൊണ്ട് റിപ്പോർട്ട് പുറത്തു വരുന്നില്ല? അപ്പോൾ എന്തൊക്കെയോ മറച്ചു വെക്കാനുള്ളത് കൊണ്ടല്ലേ റിപ്പോർട്ട് പുറത്തു വിടാത്തത്. അപ്പൊ തൃശ്ശൂർ പൂരം കേരളത്തിലെ മുഴുവൻ ജനങ്ങളും വളരെയധികം ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ അവർക്ക് താല്പര്യമുള്ളൊരു കാര്യമാണ്. അവിടെ ഈ പൂരം കലക്കാൻ ആരാണ് വന്നത്? പോലീസിന്റെ റോൾ എന്താണ്? ഇത്തരം കാര്യങ്ങൾ പുറത്തു വരേണ്ടത് വളരെ അത്യാവശ്യമായ കാര്യമാണ്. ഞാനൊന്നുകൂടി ചോദിക്കട്ടെ ശ്രീ രമേശ് ചെന്നിത്തല, അഡീഷണൽ DGP ആയ MR അജിത് കുമാർ, അതായത് DGPക്ക് സമാനമായി ഒരുപക്ഷെ സൂപ്പർ DGP എന്നൊക്കെ ആക്ഷേപിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ആ പേരിൽ അറിയപ്പെടുന്ന ഒരാളുടെ സാന്നിധ്യം ആ നഗരിയിലുണ്ട്. അവിടെയാണ് ഈ ഗുരുതരമായ വീഴ്ച സംഭവിക്കുന്നത് എന്നുള്ളത്. അതിനകത്തൊരു അസ്വാഭാവികതയില്ലേ ശ്രീ രമേശ് ചെന്നിത്തല? അല്ല, അത് അന്വേഷിച്ച് കണ്ടെത്തേണ്ട കാര്യമാണ്. നമ്മളിപ്പോ ഞാനൊരു മുൻ ആഭ്യന്തരമന്ത്രി എന്നുള്ള നിലയിൽ ഒരു പോലീസ് ഉദ്യോഗസ്ഥന്റെ അതിനകത്ത് ഇടപെട്ടു എന്ന് എനിക്ക് പറയണമെങ്കിൽ അതിന് കാരണങ്ങൾ ആ റിപ്പോർട്ട് പുറത്തു വരേണ്ടി വരും. അല്ലാണ്ട് ഞാനൊരു ആരോപണം ഉന്നയിക്കുന്നത് ശരിയല്ല. പക്ഷേ ഇതിനകത്ത് പോലീസിന്റെ ഗുരുതരമായ കൃത്യവിലോപമുണ്ടായി എന്നുള്ളത് സത്യമാണ്. അത് കമ്മീഷണറിൽ മാത്രം നിൽക്കുന്നില്ല അല്ലേ? എന്തോ? അത് കമ്മീഷണർ അങ്കിത് അശോകനിൽ മാത്രമല്ല, അവിടം വരെ മാത്രമല്ല. അല്ല, കമ്മീഷണർക്കാണ് പ്രാഥമിക ഉത്തരവാദിത്തം, കമ്മീഷണർക്ക് തന്നെയാണ്. പക്ഷേ അതിന്റെ മുകളിൽ ആരെങ്കിലും ഉണ്ടോ എന്നുള്ളത് പരിശോധിക്കപ്പെടേണ്ട കാര്യമാണ്. അതെ, സുനിൽകുമാർ ആവശ്യപ്പെട്ടതുപോലെ തന്നെ റിപ്പോർട്ട് എത്രയും പെട്ടെന്ന് പുറത്തു വരണം. അതിൽ സുനിൽകുമാറിന്റെ ആവശ്യത്തിന് ആവശ്യപ്പെട്ട പോലെ റിപ്പോർട്ട് പുറത്തു വരേണ്ടത് ഏറ്റവും ആവശ്യമാണ്. താങ്ക് യു ശ്രീ രമേശ് ചെന്നിത്തല. ശ്രീ VS സുനിൽകുമാർ, ശ്രീ രമേശ് ചെന്നിത്തലയും താങ്കൾക്ക് ഈ വിഷയത്തിൽ പിന്തുണ നൽകുന്നുണ്ട്. ഈ റിപ്പോർട്ട് പുറത്തു വരണം എന്നുള്ളത് തന്നെയാണ് ശ്രീ രമേശ് ചെന്നിത്തലയുടെയും ആവശ്യം. ശ്രീ VS സുനിൽകുമാർ, അങ്ങ് കരുതുന്നുണ്ടോ അങ്ങ് ഈ കത്ത് കൊടുത്താൽ ഉടൻ ഈ റിപ്പോർട്ട് പുറത്തു വരുമെന്ന്? അല്ല, എനിക്ക് പൂർണ്ണമായിട്ടും വിശ്വാസമുണ്ട്. കാരണം ഞാൻ ഈ സർക്കാരിൽ പരിപൂർണ്ണ വിശ്വസിക്കുന്ന ഒരാളാണ്. അതുപോലെ മുഖ്യമന്ത്രിയുടെ പ്രവർത്തനങ്ങളിലും എനിക്ക് വിശ്വാസമുള്ള ഒരാളാണ്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഇക്കാര്യത്തിൽ ആശങ്കയൊന്നുമില്ല. എന്തുകൊണ്ടാണ് അത് ഡിലേ വന്നതെന്നുണ്ടെങ്കിൽ ആ ഡിലേ വരാനിടയാക്കിയ സാഹചര്യം കൂടി മനസ്സിലാക്കി ആ റിപ്പോർട്ട് ഉടനെ പുറത്തുവിടുന്നതാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഓക്കെ, താങ്ക് യു ശ്രീ VS സുനിൽകുമാർ. നമുക്ക് വിശദമായി കഴിയുമെങ്കിൽ മറ്റൊരു സമയത്ത് സംസാരിക്കാം. തീർച്ചയായും ആ വാർത്തയിൽ താങ്കൾ ഉന്നയിച്ചതുപോലെ അതിനുള്ള താങ്കൾക്കുള്ള പിന്തുണ കൂടി കിട്ടുന്നുണ്ട്. തീർച്ചയായും നമുക്ക് അറിയാനുള്ള അവകാശമുണ്ട്. മാധ്യമപ്രവർത്തകർ എന്ന രീതിയിലും VS സുനിൽകുമാറിൻ്റെ ഈ നീക്കത്തിന് പിന്നിൽ ഞങ്ങളുണ്ട്. കാരണം ഈ എന്താണെന്ന് പ്രേക്ഷകരെ അറിയിക്കണമല്ലോ നമുക്ക്. താങ്ക് യു VS സുനിൽകുമാർ. സുഖമായിരിക്കുന്നു എന്ന് തോന്നുന്നു. അമ്മയുടെ അന്വേഷണം പ്രത്യേകം പറയണം. VS സുനിൽകുമാർ വീട്ടിൽ തന്നെയാണുള്ളതെന്ന് തോന്നുന്നു അല്ലേ? ഓ, സുഖമായിരിക്കണം. അതെ, വീട്ടിലാണ്. താങ്ക് യു VS.